ഇ.ഡി. സതീശനെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് കൈരളി ചാനലും ദേശാഭിമാനി പത്രവും. സതീശന്റെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അതിനെ ഹൈജാക്ക് ചെയ്യുകയാണ് ഇടതുപക്ഷ മാധ്യമങ്ങളുടെ പ്രധാന ജോലി. പല വഴിക്ക് അവർ സതീശനെ വെള്ളം കുടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അങ്ങ് നിയമസഭയിൽ CPM ബുദ്ധിജീവിയായ തോമസ് ഐസക്കിനെ വരെ അടിച്ചിരുത്തിയ സതീശന്റെ അടുത്ത് ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ഇടപാടുകൾ ഒന്നും നടക്കില്ലെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണ്ട എന്നോ വോട്ട് വേണ്ട എന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയുടെയോ പാർട്ടിയുടെയോ പിന്തുണ വേണ്ട എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ രൂപമാണ് വെൽഫെയർ പാർട്ടി. പറവൂരിൽ താൻ 6 തവണ മത്സരിച്ചപ്പോഴും തന്നെ തോൽപ്പിക്കാൻ മുൻകൈ എടുത്തത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരുമായി അന്നും ഇന്നും തോളോട് തോൾ ചേർന്ന് നിന്നിട്ടുള്ളത് CPM ആണ്. അതുകൊണ്ട് ആ പേര് പറഞ്ഞ് തന്റെ നെഞ്ചത്ത് കയറണ്ട എന്ന് മുന്നറിയിപ്പ് കൈരളിക്കും ദേശാഭിമാനിക്കും സതീശൻ നൽകുന്നുണ്ട്. നിലപാട് വ്യക്തവും സ്പഷ്ടവുമായി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിട്ടും ദേശാഭിമാനിക്കും കൈരളിക്കും മതിയാകുന്നില്ല. അവർ വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ പറയാൻ സൗകര്യമില്ലെന്ന് കട്ടായം പറഞ്ഞാണ് സതീശൻ നേരിട്ടത്. ആ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. നിങ്ങൾക്ക് ദേശാഭിമാനിലോ കൈരളിയിലോ കൊടുക്കാനുള്ള ഉത്തരം വേണ്ട, അതിന് എന്നോട് ചോദിക്കണ്ട. ഞാൻ സംസാരിക്കുക, താങ്കളല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുക. ഞങ്ങളുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഇല്ല. അതൊക്കെ പണ്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയിരുന്നത് പണ്ട് CPM ആണ്. 30 കൊല്ലക്കാലം ജമാഅത്ത് ഇസ്ലാമിയുടെ തോള കൈയിട്ടിട്ടാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ നടന്നത്. CPM-ന്റെ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. ആ എല്ലാ തെരഞ്ഞെടുപ്പിലും LDF-ലാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത്. ഇപ്പോൾ അവർ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ UDF-ന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കലാപമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ ശബ്ദം കേരളത്തിൽ ഉയർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഉയർത്തിയത്. അതായത് ഒരു സെക്യുലർ ശബ്ദം. അത് കേരളം പ്രത്യേകമായി എന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചു. ലീഗ് അങ്ങനെ ചെയ്തത് തെറ്റാണ്, സംഘർഷം ഉണ്ടാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പിരിഞ്ഞുപോയ INL അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അവരുടെ മന്ത്രി വരെ കേരളത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഇല്ല. ഞങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷിയോ അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടിയോ അല്ല. അതെനിക്കറിയില്ല. ഞാനാണ് UDF ചെയർമാൻ, ഞാനാണ്. അവര് ഞങ്ങളുടെ മുന്നണിയിലും ഇല്ല, ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടിയല്ല. അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നോ മോർ ഇല്ല, അത്രയല്ലേ ഞാൻ പറഞ്ഞല്ലോ. ഐ മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. അതൊക്കെ ഉണ്ടാവുന്നേ. UDF പിന്തുണയോടെയൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നുണ്ടാവും. അത് ഞാൻ പറഞ്ഞില്ല, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനത് ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ്. ഞാൻ ക്ലിയർ ചെയ്തു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് ദേശാഭിമാനിലോ കൈരളിയിലോ കൊടുക്കാനുള്ള ഉത്തരം വേണ്ട, അതിന് എന്നോട് ചോദിക്കണ്ട. ഞാൻ ആൻസർ ചെയ്തൊന്നേ. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. വേറെ ഏതെങ്കിലും ചോദ്യം ചോദിക്കും. അത് നിങ്ങൾ ചോദിക്കണതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ പറയില്ല. വേറെ ആർക്കെങ്കിലും ചോദിക്കാം. ഇതിപ്പോൾ സ്ഥിരമായി വന്നിട്ട് ഞാൻ സംസാരിക്കുക, താങ്കളല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുക. അല്ല, അതിന്റെ ഇടയിൽ കയറി ഇല്ല, നിങ്ങൾ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ആ മുഖ്യമന്ത്രിയോട് പോയിട്ട് ഇത് ചോദിക്കില്ലല്ലോ.
ചോദിക്കൂല, ഒരാളും ചോദിക്കൂല. നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഇത് ഞാൻ അതിഥിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തടസ്സപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. ഇപ്പോൾ ഈ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി, കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നും കുറെ റിപ്പോർട്ടർമാർ വരും. എന്നിട്ട് ബാക്കിയുള്ള റിപ്പോർട്ടർമാർക്ക് ചോദിക്കാൻ അവസരം പോലും കൊടുക്കാതെ ഇവർ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. ആ കിണിയിൽ ഞാൻ വീഴില്ല, മനസ്സിലായ? വേറെ ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ കഴിഞ്ഞു, ഇനി വേറെ ആരെങ്കിലും ചോദിച്ചു.